എല്ലാവർക്കും അഭിരുചി കിച്ചൻ്റെ ഇന്നത്തെ റെസിപ്പിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ക്രാബ് റോസ്റ്റാണ്. ക്രാബ് പെപ്പർ റോസ്റ്റ്. ഇത് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഇതിനു വേണ്ടി ഞാനിവിടെ 1/2 കിലോ ഞണ്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിന് വേണ്ടി ആദ്യം തന്നെ നമുക്കൊരു മസാല ഉണ്ടാക്കിയെടുക്കണം. അതിനാദ്യമായി വേണ്ടത് 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 കഷ്ണം പട്ട, 2-3 ഗ്രാമ്പു, 2-3 ഏലക്കായ്. ഇത്രയാണ് ഇതിന് വേണ്ടത്. പിന്നെ വേണ്ടത് ഒരു 1.5 ടേബിൾ സ്പൂൺ കുരുമുളകാണ്. ഇനി ഒരു സവാള, അത് ചെറുതായി ഒന്ന് മുറിച്ച് വെക്കുക. പിന്നെ വേണ്ടത് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും അതിൻ്റെ കൂടെ തന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളിയാണ്. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലിയാണ്. അത് പൊടിക്കാത്ത മല്ലി തന്നെ വേണം. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. ഇനി ചെറിയൊരു വലിപ്പത്തിൽ നമുക്ക് പുളി വേണം. ഇത് സാമ്പാറിനെല്ലാം ഉപയോഗിക്കുന്ന പുളിയാണ് വേണ്ടത്. ഇനി വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങയാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു തക്കാളി ചെറുതായി മുറിച്ചത് കൂടി വേണം. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ സ്പൈസസും ഇതിലേക്കിടുക. അതിൻ്റെ ഒന്നിച്ച് തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മല്ലിയും കൂടി ഇട്ട് അത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മളിട്ട ഈ സ്പൈസസ് മുഴുവൻ നന്നായി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് അതും നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിന് ശേഷം വേണം നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർക്കാൻ. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 2 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടി ഇട്ട് അതും നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. തേങ്ങയുടെ കളറ് ചെറുതായി ഒന്ന് മാറി വരുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പുളി കൂടി ചേർക്കണം. ഉള്ളിലുള്ള കുരു എല്ലാം നീക്കിയതിന് ശേഷം വേണം ഇതിലേക്ക് ഇടാൻ. പിന്നെ അതും കൂടി ഇതിൻ്റെ ഒന്നിച്ച് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ തേങ്ങ ഏകദേശം ഒന്ന് കളറ് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള സവാള ചേർത്ത് അതും നന്നായി ഒന്ന് വഴറ്റുക. ഇതിന് ശേഷം വേണം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുളക് പൊടി ചേർക്കാൻ. പിന്നെ കുരുമുളക് ചേർത്തത് കാരണം മുളക് പൊടി അതിൻ്റെ എരിവ് നോക്കി മാത്രം ചേർത്താൽ മതി. 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നില്ലെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ ആയാലും പ്രശ്നമില്ല. ഇനി ഇതിലേക്ക് തക്കാളി കൂടി ചേർത്ത് അത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. അത് നന്നായി വഴന്ന് തക്കാളി ഒന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് സ്റ്റൗ ഓഫാക്കാൻ പാടുള്ളൂ. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ കൂടി ചേർത്തിട്ടുണ്ട്. അതുകൂടി ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷം ഇത് ലോ ഫ്ലെയിമിലൊന്ന് അടച്ചു വെച്ച് ആ തക്കാളി ഒന്ന് വേവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇത് നന്നായി ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്കിത് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. നന്നായി തണുത്തതിന് ശേഷം മാത്രം അരച്ചെടുത്താൽ മതി. ഇപ്പം നമ്മുടെ ക്രാബ് റോസ്റ്റിനുള്ള എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് റോസ്റ്റാക്കി എടുക്കുക. അതിനാദ്യം തന്നെ വേണ്ടത് നമുക്ക് ഈ റോസ്റ്റിന് വേണ്ടി മാത്രമായി 2 സവാള അത് ചെറുതായി ഒന്ന് മുറിച്ച് വെക്കണം. കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ആദ്യം ഈ സവാളയൊന്ന് നന്നായി ഒന്ന് വഴറ്റുക. കുറച്ച് ഉപ്പിട്ട് വഴറ്റിയാൽ മതി. അതിന് ശേഷം വേണം നമുക്ക് ഈ നമ്മൾ വഴറ്റി അരച്ച് വെച്ച മസാല കൂടി ചേർക്കാൻ.
ഇപ്പം നമ്മൾ വഴറ്റിയതിന് ശേഷം അരച്ച് വെച്ച മസാല ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് പാകത്തിന് ഉപ്പും ചേർത്ത് ഇത് ഒന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം വേണം ഇതിലേക്ക് നമുക്ക് ഞണ്ട് ചേർക്കാൻ. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ഞണ്ട് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് ഈ മസാലയിൽ കിടന്ന് നന്നായി ഒന്ന് വെന്ത് വരണം. പിന്നെ ഇതിൻ്റെ ചാറ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്താൽ മതി. നന്നായി റോസ്റ്റായി വേണമെന്നുണ്ടെങ്കിൽ ഇത് ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ചേർക്കുക. അതല്ല കുറച്ച് ഗ്രേവിയായി വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്തതിന് ശേഷം അധികവും വറ്റിക്കാതെ സ്റ്റൗ ഓഫാക്കി വെച്ചാൽ മതി. ഈ റോസ്റ്റിലേക്ക് 3 സവാളയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ആദ്യം ഒരു സവാള നമ്മൾ മസാല വഴറ്റി അരക്കുവാനും പിന്നെ 2 സവാള ക്രാബ് റോസ്റ്റ് ആക്കുന്ന സമയത്താണ് വേണ്ടത്. അങ്ങനെ 3 സവാളയാണ് ഞാനിതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഞാനിത് അധികം വെള്ളമൊന്നും ചേർക്കുന്നില്ല. കാരണം ഞാനിവിടെ നല്ല കട്ടിയുള്ള കുറുകിയ ചാറോട് കൂടിയുള്ള റോസ്റ്റാണ് ചെയ്തെടുക്കുന്നത്. ഇനി അതല്ല നിങ്ങൾക്ക് കുറച്ചുകൂടി ഗ്രേവി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്തതിന് ശേഷം അധികം കുറുകുന്നതിന് മുന്നേ സ്റ്റൗ ഓഫ് ചെയ്താൽ മതി. ഞാനിവിടെ നല്ല കട്ടിയുള്ള റോസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിലേക്ക് ആവശ്യത്തിന് മാത്രം വെള്ളം ചേർത്തത്. ഇപ്പോൾ ക്രാബ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെയാണ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ മസാല ക്രാബിൽ പൊതിഞ്ഞിട്ട് തന്നെ ഉണ്ടാവും. അതല്ലാതെ കുറച്ച് ഗ്രേവിയോടെ ആണെങ്കിൽ കുറച്ച് ചാറോട് കൂടി തന്നെ കിട്ടും. അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടം പോലെ ചെയ്താൽ മതി. ഇതെങ്ങനെയായാലും ചോറിൻ്റെ കൂടി ചപ്പാത്തിയുടെയും നല്ലൊരു കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.